Welcome to Accessible Tech World for the Visually Impaired in Malayalam YouTube channel to empower visually impaired people with computer education. ആക്സസിബിൾ ടെക് വേൾഡ് മലയാളം ഫോർ ദ വിഷ്വലി ഇമ്പയർഡ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 10ഓളം വീഡിയോകളിലായി വിൻഡോസ് 10 സ്റ്റാർട്ട് വിൻഡോ വളരെ വിശദമായി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൻ്റെ തുടർച്ച എന്നവണ്ണമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് വിൻഡോസ് സെർച്ച് എന്നതാണ്. നമ്മൾ ഡെസ്ക്ടോപ്പ് വിൻഡോയുടെ വിവിധ എലമെൻറ്റുകളാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഫോൾഡർ വ്യൂ, ലിസ്റ്റ് വ്യൂ നമ്മൾ പരിചയപ്പെട്ടു. ശേഷം ടാസ്ക് ബാറിലെ ആദ്യത്തെ എലമെൻ്റ് ആയിട്ടുള്ള സ്റ്റാർട്ട് വിൻഡോ വളരെ വ്യക്തമായി വിശദമായി നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ നോക്കുന്നത് ടാസ്ക് ബാറിൻ്റെ ഭാഗമായിട്ടുള്ള ക്വിക്ക് ടൂൾ ബാറിൻ്റെ ഭാഗമായ വിൻഡോസ് സെർച്ച് എന്ന ഫീച്ചറാണ്. കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ ബോട്ടം ലെഫ്റ്റ് കോർണറിലാണ് സ്റ്റാർട്ട് വിൻഡോ കാണപ്പെടുന്നത്. അതിന് തൊട്ട് വലതുവശത്തായി കാണപ്പെടുന്ന മറ്റൊരു ബട്ടൺ ഉണ്ട്. അതാണ് വിൻഡോസ് സെർച്ച് ഫീച്ചർ. ഒരു പക്ഷേ നമ്മളിൽ കൂടുതൽ പേരും അധികമായി ഉപയോഗിക്കുന്നത് സ്റ്റാർട്ട് വിൻഡോ തന്നെയാണ്. എന്നാൽ പല സൈറ്റഡ് സുഹൃത്തുക്കളും കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നത് ഈ വിൻഡോസ് സെർച്ച് എന്ന ഫീച്ചറാണ്. എന്താണ് വിൻഡോസ് സെർച്ച് എന്ന് നമുക്ക് നോക്കാം. മാത്രമല്ല എന്തെല്ലാം കാര്യങ്ങൾ വിൻഡോസ് സെർച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും, എങ്ങനെയെല്ലാം വിൻഡോസ് സെർച്ച് പ്രയോജനപ്പെടുത്താൻ സാധിക്കും, എങ്ങനെയാണ് വിൻഡോസ് സെർച്ചിൻ്റെ ലേഔട്ട് വരുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ വേഗത്തിൽ ലളിതമായി നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് വിൻഡോ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അധികം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഈ ഒരു വീഡിയോയ്ക്ക് ആവശ്യമില്ല. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫോക്കസ് ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിനായി വിൻഡോസ് കീ ഹോൾഡ് ചെയ്ത ശേഷം എം പ്രസ് ചെയ്യുന്നു. എം ഫോർ മാജിക്. Windows M, Desktop, Folder View List View, Control Panel, 4 of 73. നിലവിൽ എൻ്റെ ഫോക്കസ് ഉള്ളത് ഡെസ്ക്ടോപ്പ് വിൻഡോയിലാണ്. അതിൽ തന്നെ ഫോൾഡർ വ്യൂ, ലിസ്റ്റ് വ്യൂ എന്ന എലമെൻറ്റിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യാം ബൈ പ്രസിംഗ് ഇൻസേർട്ട് ടാബ്. Folder View List View. ഫോൾഡർ വ്യൂ, ലിസ്റ്റ് വ്യൂ ഡെസ്ക്ടോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഫോൾഡർ വ്യൂ, ലിസ്റ്റ് വ്യൂവിൽ നിന്നുകൊണ്ട് ടാബ് കീ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ നിന്ന് ഒരു തവണ ടാബ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് വിൻഡോയിലേക്ക് എത്തും എന്ന് നമുക്ക് നന്നായി അറിയാം. ഞാൻ ടാബ് കീ പ്രസ് ചെയ്യുന്നു. Start button. സ്റ്റാർട്ട് ബട്ടൺ. ഇത് നേരത്തെ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ നിന്ന് ഒരിക്കൽ കൂടി ടാബ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ Type here to search button. ടൈപ്പ് ഹിയർ ടു സെർച്ച് ബട്ടൺ, ഇങ്ങനെയൊരു ബട്ടൺ കാണാം. ഇതാണ് ഇന്ന് നമ്മൾ നോക്കുന്ന വിൻഡോസ് സെർച്ച്. ഒരിക്കൽ കൂടി ഫോക്കസ് വയ്ക്കുന്നു ബൈ പ്രസിംഗ് ഇൻസേർട്ട് ടാബ്. Type here to search button. To activate, press spacebar. ഇതാണ് വിൻഡോസ് സെർച്ച്. ഒന്നെങ്കിൽ ഇവിടെ എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സ്പേസ് ബാർ ഉപയോഗിച്ചുകൊണ്ടോ ഇത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ തിരികെ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് പോയ ശേഷം Windows M, Desktop. വിൻഡോസ് സെർച്ച് ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി ഒരു കീ ഷോർട്ട് കട്ട് ഉണ്ട്. അതാണ് വിൻഡോസ് എസ് ഫോർ സെർച്ച്. വിൻഡോസ് കീ ഹോൾഡ് ചെയ്തുകൊണ്ട് എസ് പ്രസ് ചെയ്യുകയാണെങ്കിൽ എവിടെ നിന്നായാലും നമുക്ക് വിൻഡോസ് സെർച്ചിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഞാൻ വിൻഡോസ് കീ ഹോൾഡ് ചെയ്യുന്നു. ശേഷം എസ് എന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ് ടൈപ്പ് ചെയ്യുകയാണ്. എസ് ഫോർ സെർച്ച്. Windows S. Search box edit. നമ്മുടെ ഫോക്കസ് നേരെ എത്തിച്ചേർന്നിട്ടുള്ളത് വിൻഡോസ് സെർച്ചിൻ്റെ സെർച്ച് എഡിറ്റ് ഫീൽഡിലാണ്. ഫോക്കസ് ചെക്ക് ചെയ്യാം. Search box edit. Type in text. സെർച്ച് ബോക്സ് എഡിറ്റ്, ടൈപ്പ് ഇൻ ടെക്സ്റ്റ് എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് വിൻഡോസ് സെർച്ചിൻ്റെ ലേഔട്ട് എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. നമ്മൾ വിൻഡോസ് എസ് പ്രസ് ചെയ്താലും അല്ലെങ്കിൽ ടൈപ്പ് ഹിയർ ടു സെർച്ച് ബട്ടൺ ആക്ടിവേറ്റ് ചെയ്താലും ഫോക്കസ് ആദ്യം എത്തുന്നത് സെർച്ച് എഡിറ്റ് ഫീൽഡിലേക്കാണ്. ഇവിടെ നിന്ന് ഞാനൊന്ന് ടാബ് കീ പ്രസ് ചെയ്യുന്നു. Bing. Filter your results tab. Alt tab. ഇവിടെ സ്റ്റാർട്ട് വിൻഡോ പോലെയല്ല. സ്റ്റാർട്ട് വിൻഡോയിൽ നമുക്കറിയാം സെർച്ച് എഡിറ്റ് ഫീൽഡിൽ നിന്ന് ഒരു തവണ ടാബ് കീ പ്രസ് ചെയ്താൽ സ്റ്റാർട്ട് ലിസ്റ്റ്, ശേഷം ഓൾ ആപ്സ് ലിസ്റ്റ്, പിൻ ടൈൽസ് ലിസ്റ്റ്, വീണ്ടും എഡിറ്റ് ഫീൽഡ്, അങ്ങനെയാണ്. എന്നാൽ വിൻഡോസ് സെർച്ചിൻ്റെ ലേഔട്ട് വരുന്നത് അങ്ങനെയല്ല. സെർച്ച് എഡിറ്റ് ഫീൽഡിൽ നിന്ന് ഒരു തവണ ടാബ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ സെർച്ച് ഫിൽട്ടർ ചെയ്യാനുള്ള നിരവധി ടാബുകൾ കാണാം. നിലവിൽ ഓൾ എന്ന ടാബാണ് സെലക്ട് ആയിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന കീവേഡിനനുസരിച്ചുള്ള സെർച്ച് സജഷൻ അല്ലെങ്കിൽ റിസൾട്ട്സ് എഡിറ്റ് ഫീൽഡിന് താഴെ ലിസ്റ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാറ്റഗറീസ് നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഓൾ ആണ് സെലക്ട് ആവുന്നതെങ്കിൽ എല്ലാ ഓപ്ഷനുകളും അല്ലെങ്കിൽ എല്ലാ റിസൾട്ടുകളും നമുക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും. ഫോർ എക്സാമ്പിൾ സിസ്റ്റം സെറ്റിംഗ്സ്, ആപ്സ്, ഡോക്യുമെൻറ്റ്സ്, ഫയൽസ്, ഫോൾഡേഴ്സ് എല്ലാം നമ്മൾ കൊടുക്കുന്ന കീവേഡിനനുസരിച്ച് ഉണ്ടെങ്കിൽ അതെല്ലാം ലിസ്റ്റ് ചെയ്യപ്പെടും. ഈ ഒരു ഫിൽറ്ററിംഗ് ഓപ്ഷൻസ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ആരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നിലവിൽ എൻ്റെ ഫോക്കസ് ചെക്ക് ചെയ്യാണ്. Alt tab. To switch pages, press Control plus page down. കൺട്രോൾ പേജ് അപ്പ്, പേജ് ഡൗൺ ഉപയോഗിച്ചുകൊണ്ടും ഈ ഒരു ടാബുകൾ സ്വിച്ച് ചെയ്യാൻ സാധിക്കും. നിലവിൽ ഓൾ എന്നതാണ് സെലക്ട് ആയിട്ടുള്ളത്. റൈറ്റ് ആരോ പ്രസ് ചെയ്യുന്നു. Apps tab. ആപ്സ് ടാബ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ
നമ്മൾ കൊടുക്കുന്ന കീവേഡിനനുസരിച്ചുള്ള ആപ്ലിക്കേഷൻസ് മാത്രമായിരിക്കും സെർച്ച് സജഷനായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. വീണ്ടും റൈറ്റ് ആരോ, Documents tab. ഡോക്യുമെൻറ്റ്സ് ടാബ്. ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കീവേഡിനനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രമായിരിക്കും സെർച്ച് സജഷനായി ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓരോ ടാബുകളും സെലക്ട് ചെയ്യുന്നതിനായി ഏത് ടാബാണോ സെലക്ട് ചെയ്യേണ്ടത് അത് ഫോക്കസ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതിയാകും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ Apps tab. ആപ്സ് ടാബ് എന്ന ഈ പേജ് ഫോക്കസ് ചെയ്ത ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആപ്സ് ടാബ് ആയിരിക്കും സെലക്ട് ആവുക. കൺട്രോൾ പേജ് അപ്പ് പേജ് ഡൗൺ ഉപയോഗിച്ചുകൊണ്ടും പേജുകൾ തമ്മിൽ സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. Web tab. വെബ് ടാബ് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കീവേഡിനനുസരിച്ചുള്ള വെബ് റിസൾട്ട് പ്രിവ്യൂ നമുക്ക് ലിസ്റ്റ് ചെയ്തു തരും. നമ്മൾ സ്റ്റാർട്ട് വിൻഡോയുടെ സെർച്ച് ഫീച്ചർ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നു, ഓരോ കീവേഡിനും അതിൻ്റെ സെർച്ച് റിസൾട്ടിനൊപ്പം വെബ് റിസൾട്ട് പ്രിവ്യൂ എന്ന ഒരു ഓപ്ഷൻ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. റൈറ്റ് ആരോ, More button collapsed. മോർ ബട്ടൺ കൊളാപ്സ്ഡ്. ഇപ്പോൾ നമ്മൾ 4 ടൈപ്പ് ഓഫ് ഫിൽറ്ററിംഗ് ഓപ്ഷൻ കണ്ടു. ഓൾ ടാബ്, ആപ്സ് ടാബ്, ഡോക്യുമെൻറ്റ്സ് ടാബ്, വെബ് ടാബ്. ഇത് കൂടാതെ മറ്റു ചില ഓപ്ഷനുകൾ കൂടി ഇവിടെ നമുക്ക് നൽകുന്നുണ്ട്. ഇത് നമ്മൾ കണ്ടതാണ് സ്റ്റാർട്ട് വിൻഡോയുടെ സെർച്ച് ഫീച്ചർ പരിചയപ്പെട്ട സമയത്ത്. അവിടെ സെർച്ച് ഫിൽറ്ററിംഗ് ഓപ്ഷൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വിൻഡോസ് സെർച്ചിലും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഫിൽറ്ററിംഗ് ഓപ്ഷൻ പരിചയപ്പെടേണ്ട കാര്യമില്ല, ഓൾറെഡി അറിയാവുന്നതാണ്. എങ്കിലും നമുക്ക് ഈ ഒരു More button collapsed. To activate, press spacebar. മോർ ബട്ടൺ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഞാനിവിടെ എൻ്റർ കീ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മോർ ബട്ടൺ എക്സ്പാൻഡ് ചെയ്യുകയാണ്. Enter. Menu list box expanded. ഇത് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. ശേഷം നമുക്ക് അപ്പ് ഡൗൺ ആരോ കീസ് ഉപയോഗിച്ച് നോക്കാം. Menu list box expanded. Email. 1 of 7. ഇമെയിൽ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ നമ്മൾ കൊടുക്കുന്ന കീവേഡിനനുസരിച്ചുള്ള ഇമെയിലുകൾ മാത്രം ഫിൽറ്റർ ചെയ്ത് തരും. Folders. 2 of 7. ഫോൾഡേഴ്സ്, Music. 3 of 7. മ്യൂസിക്, People. 4 of 7. പീപ്പിൾ, Photos. 5 of 7. ഫോട്ടോസ്, Settings. 6 of 7. സെറ്റിംഗ്സ്, Videos. 7 of 7. വീഡിയോസ്. ഇങ്ങനെ 7 ഫിൽറ്ററിംഗ് ഓപ്ഷനുകൾ കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ സ്റ്റാർട്ട് വിൻഡോയിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയി ഇത് നോക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ നിന്ന് ടാബ് കീ പ്രസ് ചെയ്യുന്നു. Filter your results tab. More button collapsed. കൊളാപ്സ് ചെയ്തു. ടാബ് Microsoft Rewards balance. 115 button collapsed. മൈക്രോസോഫ്റ്റ് റിവാർഡ്സ് എന്ന ഒരു ഓപ്ഷൻ കാണാം. എന്താണ് മൈക്രോസോഫ്റ്റ് റിവാർഡ് എന്നൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ടാബ് കീ പ്രസ് ചെയ്യുന്നു. Siage906@gmail.com button collapsed. എൻ്റെ അഡ്മിൻ അക്കൗണ്ട് അഥവാ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിൻ്റെ ID ആണ് പറഞ്ഞത്. ഈ ഒരു ബട്ടൺ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇത് നമ്മൾ സ്റ്റാർട്ട് വിൻഡോയിൽ കണ്ടു. ടാബ് Options button collapsed. ഓപ്ഷൻസ് ബട്ടൺ. ഇത് നമ്മൾ സ്റ്റാർട്ട് വിൻഡോയുടെ സെർച്ച് ഫീച്ചർ പരിചയപ്പെട്ടിരുന്നു. അതായത് നമ്മളുടെ സെർച്ച് സെറ്റിംഗ്സ് ആൻഡ് കോൺഫിഗറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ടാബ് കീ പ്രസ് ചെയ്യുന്നു. Close Windows search button. ക്ലോസ് വിൻഡോസ് സെർച്ച് ബട്ടൺ. വിൻഡോസ് സെർച്ച് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. വീണ്ടും ടാബ്. Recent Notepad app. Search box edit. Notepad. ഞാൻ റീസെൻ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത അല്ലെങ്കിൽ സെർച്ച് ചെയ്ത ഒരു സെർച്ച് സജഷൻ അല്ലെങ്കിൽ കീവേഡ് ഓട്ടോമാറ്റിക്കലി സെർച്ച് എഡിറ്റ് ഫീൽഡിൽ ടൈപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഡിലീറ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് അത് കളയുകയാണ്. Blank. അത് റിമൂവ് ചെയ്തു. ഇങ്ങനെയാണ് വിൻഡോസ് സെർച്ച് എന്ന ഈ ഒരു ഫീച്ചറിൻ്റെ ലേഔട്ട് വരുന്നത്. സ്റ്റാർട്ട് വിൻഡോയെ പോലെയല്ല, ഒരല്പം വ്യത്യാസമുണ്ട്. എന്നാൽ പ്രവർത്തനങ്ങളെല്ലാം സ്റ്റാർട്ട് വിൻഡോയ്ക്ക് തുല്യമാണ്. ഇനി ഈ എഡിറ്റ് ഫീൽഡിൽ നിന്നുകൊണ്ട് നമ്മൾ ഡൗൺ ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം സ്റ്റാർട്ട് വിൻഡോയുടെ എഡിറ്റ് ഫീൽഡിൽ നിന്നുകൊണ്ട് നമ്മൾ ഡൗൺ ആരോ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ഫോക്കസ് നേരെ ഓൾ ആപ്സ് ലിസ്റ്റിലേക്കാണ് ജമ്പ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഡൗൺ ആരോ ഉപയോഗിക്കുകയാണെങ്കിൽ Recent sound settings. System settings. ഞാൻ റീസെൻ്റ്ലി സെർച്ച് ചെയ്തിട്ടുള്ള ചില സെർച്ച് റിസൾട്ട്സ് കാണാം. ഫസ്റ്റ് വൺ സൗണ്ട് സെറ്റിംഗ്സ്, ഡൗൺ. Recent Excel app. എക്സൽ, Recent Focus Assist. System settings. ഫോക്കസ് അസിസ്റ്റ്, Recent Activation settings. System settings. ആക്ടിവേഷൻ സെറ്റിംഗ്സ്, Recent Windows Speech Recognition app. വിൻഡോസ് സ്പീച്ച് റെക്കഗ്നിഷൻ, Recent add or remove programs. System settings. ആഡ് ഓർ റിമൂവ് പ്രോഗ്രാംസ്, Recent Microsoft Store app. മൈക്രോസോഫ്റ്റ് സ്റ്റോർ. ഇതെല്ലാം ഞാൻ ഡൗൺ ആരോ ഉപയോഗിച്ചുകൊണ്ടാണ് നാവിഗേറ്റ് ചെയ്തത്. ഇത്തരത്തിൽ ഞാൻ റീസെൻ്റ്ലി സെർച്ച് ചെയ്തിട്ടുള്ള സെർച്ച് റിസൾട്ട്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. വീണ്ടും ഡൗൺ. Recent See Web Results. ഞാൻ കൊടുത്തിരിക്കുന്ന കീവേഡുകൾക്കനുസരിച്ചുള്ള വെബ് റിസൾട്ട് പ്രിവ്യൂ കാണാനുള്ള ഓപ്ഷനുണ്ട്. ഡൗൺ. WhatsApp app. തുടർന്ന് മറ്റൊരു ലിസ്റ്റ് പ്രത്യക്ഷപ്പെടുകയാണ്. അതായത്
ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ള ആപ്ലിക്കേഷനുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്റ്റാർട്ട് വിൻഡോയുടെ ഓൾ ആപ്സ് ലിസ്റ്റിൽ നമുക്ക് 2 കാറ്റഗറീസ് അവൈലബിൾ ആണ്. ഒന്ന് റീസെൻ്റ്ലി ആഡഡ്, അഥവാ വളരെ റീസെൻ്റായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനുകൾ ലിസ്റ്റ് ചെയ്യപ്പെടും. മറ്റൊരു കാറ്റഗറി മോസ്റ്റ് യൂസ്ഡ് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ. അതുപോലെ ഇവിടെയും റീസെൻറ്റ് സെർച്ച് റിസൾട്ടിന് താഴെ മോസ്റ്റ്ലി യൂസ്ഡ് ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓൺ വാട്സാപ്പ് ആണ്. ഫോക്കസ് ചെക്ക് ചെയ്യാം. Search box edit. WhatsApp. Type in text. വാട്സാപ്പ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ആരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് നാവിഗേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ കീവേഡ് അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓർ സിസ്റ്റം സെറ്റിംഗ്സ് എന്താണോ അതിൻ്റെ പേര് സെർച്ച് എഡിറ്റ് ഫീൽഡിൽ ഓട്ടോമാറ്റിക്കലി എൻ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഡൗൺ ആരോ. YouTube 1 app. യൂട്യൂബ്. വാട്സാപ്പിന് ശേഷം ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് യൂട്യൂബാണ്. Brave app. ബ്രേവ് എന്ന വെബ് ബ്രൗസറാണ്. KM Player 64X app. KM പ്ലെയർ. Unigram app. യൂണിഗ്രാം. Notepad app. നോട്ട്പാഡ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ റീസെൻറ്റ് സെർച്ച് റിസൾട്ടുകളും മോസ്റ്റ്ലി യൂസ്ഡ് ആപ്ലിക്കേഷനുകളും ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായി കാണാം. ഇങ്ങനെയാണ് വിൻഡോസ് സെർച്ചിലൂടെ സെർച്ച് റിസൾട്ട് ക്രമീകരിക്കപ്പെടുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി വളരെ പെട്ടെന്ന് നോക്കാം. അതായത് ഞാൻ എൻ്റെ ഫോക്കസ് തിരികെ വിൻഡോസ് സെർച്ചിൻ്റെ സെർച്ച് എഡിറ്റ് ഫീൽഡിലേക്ക് കൊണ്ടുവരികയാണ്. Search box edit. Blank. സെർച്ച് എഡിറ്റ് ഫീൽഡിൽ വന്നു. ഇനി ഡൗൺ ആരോ പ്രസ് ചെയ്താൽ നമുക്കറിയാം റീസെൻറ്റ് സെർച്ച് റിസൾട്ട്സ് ലിസ്റ്റ് കിട്ടും. ഞാൻ ഡൗൺ ആരോ പ്രസ് ചെയ്യുകയാണ്. Recent sound settings. System settings. സൗണ്ട് സെറ്റിംഗ്സ് എന്നതാണ് ഞാൻ റീസെൻ്റ് ആയിട്ട് സെർച്ച് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട്. ഈ ഒരു പർട്ടിക്കുലർ റിസൾട്ട് ഈ സെർച്ച് ഹിസ്റ്ററിയിൽ നിന്ന് ക്ലിയർ ചെയ്യാനും നമുക്ക് സാധിക്കും. സ്റ്റാർട്ട് വിൻഡോ പരിചയപ്പെട്ടപ്പോൾ നമ്മളിതെല്ലാം കണ്ടതാണ്. അതിനായി ഏതാണോ നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത് അത് ഫോക്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ Recent Excel app. എക്സൽ എന്ന ആപ്ലിക്കേഷൻ ഞാൻ റീസെൻ്റ് ആയിട്ട് സെർച്ച് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ഫോക്കസ് ചെയ്തു ശേഷം ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്യുകയാണ്. Applications. Bing. Bing. Context menu list box expanded. കോണ്ടെക്സ്റ്റ് മെനു ഓപ്പണായി ശേഷം ആരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് ആപ്പ് ഡൗൺ ആരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് നാവിഗേറ്റ് ചെയ്യാം. ഞാനിവിടെ ആരോ കീസ് ഉപയോഗിക്കുകയാണ്. ഡൗൺ ആരോ. Context menu list box expanded. Run as administrator. 1 of 6. റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ഓപ്ഷൻ ഉണ്ട്. ഡൗൺ. Open file location. 2 of 6. ഓപ്പൺ ഫയൽ ലൊക്കേഷൻ. Pin to start. 3 of 6. പിൻ ടു സ്റ്റാർട്ട്. ഇതൊക്കെ എന്താണ് എന്ന് കഴിഞ്ഞ 10ഓളം വീഡിയോകളിലായി നമ്മൾ പരിചയപ്പെട്ടതാണ്. ഡൗൺ. Pin to taskbar. 4 of 6. പിൻ ടു ടാസ്ക് ബാർ. Uninstall. 5 of 6. എക്സൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഡൗൺ. Remove from device history. 6 of 6. റിമൂവ് ഫ്രം ഡിവൈസ് ഹിസ്റ്ററി. ഈ ഒരു ഓപ്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. അഥവാ നമ്മുടെ റീസെൻറ്റ് സെർച്ച് റിസൾട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓർ സിസ്റ്റം സെറ്റിംഗ്സ് ഓർ എനിത്തിങ് റിമൂവ് ചെയ്യണമെങ്കിൽ ഏതാണോ റിമൂവ് ചെയ്യേണ്ടത് അത് ഫോക്കസ് ചെയ്യുന്നു. ശേഷം ആപ്ലിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ദെൻ ആരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ഫ്രം ഡിവൈസ് ഹിസ്റ്ററി എന്ന ഈ ഒരു ഓപ്ഷൻ കണ്ടെത്തുന്നു. എൻ്റർ കീ ഉപയോഗിച്ച് ആ ഒരു പർട്ടിക്കുലർ കീവേഡ് നമ്മുടെ ഡിവൈസ് സെർച്ച് ഹിസ്റ്ററിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്ക് വിൻഡോസ് സെർച്ച് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. ഇതൊക്കെയാണ് വിൻഡോസ് സെർച്ചിൻ്റെ വിഷ്വലൈസേഷൻ അഥവാ ലേഔട്ട്. ദെൻ യൂസസ്. നമ്മളിൽ അധികവും സ്റ്റാർട്ട് വിൻഡോയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നാൽ സൈറ്റഡ് ആയിട്ടുള്ള പല സുഹൃത്തുക്കളും അവരുടെ മൗസ് ക്ലിക്ക് ഉപയോഗിച്ചുകൊണ്ട് ടാസ്ക് ബാറിൻ്റെ ഭാഗമായിട്ടുള്ള ക്വിക്ക് ടൂൾ ബാറിലെ ഈ ഒരു വിൻഡോസ് സെർച്ച് ഓപ്ഷൻ വളരെ അധികം ഉപയോഗിക്കുന്നതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് വിൻഡോ തന്നെയാണ് എളുപ്പം. എങ്കിലും ഇങ്ങനെയൊരു ഫീച്ചർ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഒരു അവയർനെസ് വീഡിയോ പോലെ ചെയ്യുന്നത്. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് വിൻഡോസ് സെർച്ചുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. താങ്ക് യു. Hi there. Thanks for watching. If you liked the video, please press the like button, or if you don't like the video, don't mind, please press the dislike button. If you haven't subscribed our channel, please press the subscribe button. Also, please press the red color bell icon and click all to get the notification when I am uploading new videos. You are requested to comment your opinion in the comment box. And please share this video to your friends to get them also more knowledge about the computer. Thank you.